ഹലോ ഫ്രണ്ട്സ്, അൽജിമേറ്റ് ഇൻ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മിസ്റ്റേക്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്പേഴ്സിൽ സാധാരണയായിട്ട് കുട്ടികൾ ചെയ്തു വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. മിക്ക കുട്ടികളും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ 216 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ 216 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ 116 വരുമ്പോൾ 8, പിന്നെ 2 കൊണ്ട് ചെയ്തു 9 3 3 3 1. പെട്ടെന്ന് ആൻസർ കിട്ടിയല്ലോ. 216ൻ്റെ ഫാക്ടേഴ്സാണ് 2 2 3 3. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഇവരൊക്കെ ഇപ്പോഴും ചെയ്യുവാണോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ കിട്ടിയ ഫാക്ടേഴ്സ് എല്ലാവർക്കും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് തെറ്റ് മനസ്സിലാവുന്നത്. കാരണം 2 × 2 4, 4 × 3 12, 12 × 3 36 ആണ് നിങ്ങൾക്ക് കിട്ടിയ ഫാക്ടേഴ്സ് വെച്ച് കിട്ടുന്ന പ്രോഡക്റ്റ്. പക്ഷെ നിങ്ങൾക്ക് തന്ന നമ്പർ എന്തായിരുന്നു? 216. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇനി ഇവിടെയാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ്. അതെന്താണെന്ന് വെച്ചാൽ 216 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മിക്ക കുട്ടികളും ശ്രദ്ധിക്കില്ല. അതായത് 216 നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 2 1 വന്നു, 2 0 1 ഇറക്കി പറ്റിയില്ല. പിന്നെ 6 ഇറക്കി 16 കിട്ടി. പിന്നെ 8 കൊണ്ട് ചെയ്തു, 8 × 2 16 0 നിങ്ങൾക്ക് റിമൈൻഡറും കിട്ടി. അപ്പോൾ 216 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 18 കിട്ടി. അപ്പോൾ ഇത് എന്തായാലും തെറ്റാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 216 നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 ചെയ്തു 2, റിമൈൻഡർ 0 കിട്ടി. ഈ 1 നിങ്ങൾ താഴ്ത്തി ഇറക്കി. എന്നിട്ടും ഇത് 2 കൊണ്ട് ഈ 1 എന്ന് വെച്ചാൽ 2-നെക്കാട്ടിലും ചെറുതാണ്. അപ്പോൾ എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ 6-നെ താഴെ ഇറക്കുന്നതിന് മുമ്പ് ഇവിടെ 0 ഇട്ടിട്ട് ഈ 6-നെ നിങ്ങൾ താഴ്ത്തി ഇറക്കാവും. അപ്പോൾ 6-നെ താഴ്ത്തി ഇറക്കുമ്പോൾ 8 16. അപ്പോൾ 216 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 108 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയതോ 18. അപ്പോൾ എന്തായാലും ആൻസർ തെറ്റിയല്ലോ. അപ്പോൾ 2 കൊണ്ട് ചെയ്തു 108 2 54 2 27 3 9 3 3 3 1. നോക്കൂ, 216ൻ്റെ ഫാക്ടേഴ്സാണ് 2 × 2 × 2 × 3 × 3 × 3. പക്ഷെ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ ആൻസർ എന്തായിരുന്നു? 2 × 2 × 3 × 3. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നത് 216നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ഒരു 0. ഇത് മിക്കവാറും സംഭവിക്കുന്ന ഒരു തെറ്റാണ്. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇനി ഓർക്കുക, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നമ്പർ താഴ്ത്തി ഇറക്കുമ്പോൾ അത് 2-നെക്കാളും ചെറുതാണെങ്കിൽ മുകളിൽ 0 ഇട്ടതിന് ശേഷം മാത്രമേ അടുത്ത നമ്പർ അല്ലെങ്കിൽ അടുത്ത ഡിജിറ്റ് താഴ്ത്തി ഇറക്കാവൂ. അങ്ങനെയാണ് നിങ്ങൾ ഡിവിഷൻ ചെയ്യേണ്ടത്. ഇതാണ് ഒരു തെറ്റെന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറൊരു തെറ്റ് സാധാരണ സംഭവിക്കുന്നത് ഡെസിമലിൽ സബ്ട്രാക്ഷനിൽ. അപ്പോൾ 101 - 89.3 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് വെച്ചോളൂ. അപ്പോൾ എപ്പോഴായാലും ഡെസിമലിന് നമ്മൾ ഡെസിമലിൻ്റെ എന്ത് ഓപ്പറേഷൻ ആയാലും, അതായത് അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പ്രശ്നമല്ല, പക്ഷേ സബ്ട്രാക്ഷൻ ആയാലും അഡീഷൻ ആയാലും നിങ്ങൾ എഴുതുമ്പോൾ 101 ഇപ്പോൾ ആഡ് ചെയ്യുന്ന കേസിലാണെങ്കിലും സബ്ട്രാക്ട് ചെയ്യുന്ന കേസിലായാലും ഈ 101 താഴെ മാത്രമേ 89.3 ഇങ്ങനെ എഴുതും. ഇപ്പം ആഡ് ചെയ്യുന്ന കേസിലാണെങ്കിൽ പ്ലസ് 101 താഴെ 89.3. കാരണം 101 കഴിഞ്ഞിട്ട് ഡെസിമൽ പ്ലേസസ് ഒന്നുമില്ല. അപ്പോൾ എപ്പോഴും ഡെസിമൽ പ്ലേസസ് അതിൻ്റെ താഴെയും അല്ലാത്ത മറ്റേ ഹോൾ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ താഴെ മാത്രമേ നിങ്ങൾ അറേഞ്ച് ചെയ്ത് എഴുതുക. അല്ലാതെ 89.3 - 101 ഇത് തെറ്റാണ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി അറേഞ്ച്മെൻറ്റിൽ മാത്രമല്ല, ഇപ്പം നിങ്ങൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 101 - 89.3 അപ്പോൾ നിങ്ങൾ ശരിക്കും അറേഞ്ച് ചെയ്തു. ഇനി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ 3യെ അതുപോലെ താഴ്ത്തി ഇറക്കി. പിന്നെ
ബാക്കി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12.3 എന്ന് കിട്ടും. ഇത് തെറ്റാണ്. കാരണം നിങ്ങൾ തിരിച്ച് ആഡ് ചെയ്ത് നോക്കൂ 3 + 3 6, 9 + 2 11, 101.6 ആണ് കിട്ടുന്നത്. പക്ഷെ നിങ്ങൾക്ക് തന്ന നമ്പർ എന്താ 101. അപ്പോൾ ഇത് രണ്ട് ആഡ് ചെയ്യുമ്പം എന്തായാലും നിങ്ങൾക്ക് 101 അല്ലേ വരേണ്ടത്. അപ്പോൾ ഈ ആൻസർ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ ഡെസിമലിൻ്റെ കേസിൽ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടോ അത്രയും സീറോസ് നിങ്ങളിവിടെ ആഡ് ചെയ്യണം. ഇനിയിപ്പോൾ 89.37 ആണെങ്കിൽ ഒരു സീറോ കൂടി ആഡ് ചെയ്യണം. 374 ആണെങ്കിൽ ഒരു സീറോ കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ നോർമലി നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത് പോലെ സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ 6 വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത്. അഡീഷൻ്റെ കേസിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇതാണെങ്കിൽ 3 നിങ്ങൾക്ക് അതുപോലെ എഴുതാം, ഒരു പ്രശ്നവുമില്ല. 9 + 1 10, 9 190.3 എന്ന് എഴുതും, ഇതിനൊരു പ്രശ്നമില്ല. പക്ഷേ സബ്ട്രാക്ഷൻ്റെ കേസിൽ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങളിവിടെ സീറോ ആഡ് ചെയ്തിട്ട് മാത്രമേ സബ്ട്രാക്ട് ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്പർ അറേഞ്ച് ചെയ്യുന്ന കേസിലാണെങ്കിലും ഡെസിമൽ പ്ലേസസ് എപ്പോഴും ഡെസിമൽ പ്ലേസിൻ്റെ താഴെ മാത്രമേ അറേഞ്ച് ചെയ്യൂ. അല്ലാതെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കറക്റ്റ് ആൻസർ കിട്ടത്തില്ല. ഇതാണ് മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ബെഡ് മാസ് റിലേറ്റഡ് ആണ്. ബെഡ് മാസ് എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ അഡിഷൻ കാണും, ബ്രാക്കറ്റ്സ് കാണും, ഡിവിഷൻ കാണും, മൾട്ടിപ്ലിക്കേഷൻ കാണും, സബ്ട്രാക്ഷൻ കാണും. ഈ എല്ലാ ഓപ്പറേഷനും ഒറ്റ ക്വസ്റ്റ്യനകത്തായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് മിക്കവാറും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അത് ചെയ്യേണ്ട ഒരു സീക്വൻസ് ഉണ്ട്. അതായത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് ബ്രാക്കറ്റിനുള്ളിലുള്ള ഓപ്പറേഷൻ ആദ്യം ചെയ്യുക. പിന്നെ എക്സ്പൊണൻസ് ഉണ്ടെങ്കിൽ എക്സ്പൊണൻസ് ചെയ്യുക, അതിനുശേഷം ഡിവിഷൻ ചെയ്യുക, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. എപ്പോഴും ഈ ഒരു ഓർഡറിൽ മാത്രമേ നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നിങ്ങൾ ചെയ്യാവൂ. എന്നാലേ ആ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുവാണ് 5 + 4 × 2. ഇപ്പോൾ സാധാരണ മിക്കവാറും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഈ 5 + 4 അങ്ങ് ചെയ്യും. നിങ്ങൾ വരുന്ന ഓർഡറിൽ അങ്ങ് ചെയ്യും ചില കുട്ടികൾ. അപ്പോൾ 5 + 4 9 കിട്ടും, 9 × 2 18. ഇത് തെറ്റാണ്. കാരണം നമ്മൾ എപ്പോഴും ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷനെ ചെയ്യാവൂ. ബെഡ് മാസ് അത് എപ്പോഴും ഓർക്കുക. അപ്പം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം 5 + 4 × 2 മൾട്ടിപ്ലൈ ചെയ്യണം. 4 × 2 8, പിന്നെ 8 + 5 13. ഇങ്ങനെയാണിത് കറക്റ്റായിട്ട് ചെയ്യേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ 9 + 5 - 6 + 7. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ 9 + 5 14 ചെയ്യും, പിന്നെ 6 + 7 ഈ മൈനസ് അതുപോലെ എഴുതും, എന്നിട്ട് 6 + 7 13 ചെയ്യും. 14 - 13 1. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തോന്നും ആ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ഇത് ശരിക്കും തെറ്റാണ്. കാരണം 9 + 5 - 6 + 7 ചെയ്യുമ്പോൾ 9 + 5 14 -6 + 7. ഇത് ഒറ്റ സ്റ്റെപ്പിലും ചെയ്യാം. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ കാണിച്ചെന്നേ ഉള്ളൂ. 14 - 6 8, 8 + 7 15. അല്ലെങ്കിൽ വേറൊരു രീതി എങ്ങനെ ചെയ്യാൻ പറ്റും? 9 + 5 14, 14 + 7 21. പിന്നെ ഈ 21ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് 21 - 6 15. അപ്പോൾ അഡീഷണൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചേഞ്ച് ഒക്കെ ചെയ്യാം. പക്ഷേ എപ്പോഴും സൈൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എല്ലാം കൂടെ ആദ്യം ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതേ ഓർഡറിൽ തന്നെ ചെയ്ത് പോവുക. പക്ഷേ സൈൻ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യുന്ന കേസിൽ. അപ്പോൾ ഇങ്ങനെയാണ് കറക്റ്റായിട്ട് അത് ചെയ്യേണ്ടത്. ഈ രീതി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാമായിരുന്നു ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ.
6 + 7. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങളുടെ ഈ ആൻസർ കറക്റ്റാണ്. ഇപ്പോൾ 9 + 5 14 മൈനസ് ബ്രാക്കറ്റിനുള്ളിലേത് 6 + 7 + 6 13. ഇപ്പോൾ 14 - 13 1. ഇവിടെ ഇപ്പം നേരത്തെ ഇപ്പോൾ ഈ ഓർഡർ നോക്കുകയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ. ആദ്യം ബ്രാക്കറ്റിനുള്ളിലാണ് ചെയ്യേണ്ടത്. 7 + 6 13, 9 + 4 15 14 14 - 13 1. അപ്പം ബ്രാക്കറ്റിനുള്ളിൽ ചെയ്തിട്ട് അതിന് ശേഷം 9 + 5 ആഡ് ചെയ്തിട്ടായാലും ചെയ്യാം. പക്ഷെ എന്തുമായാലും ചെയ്യുന്ന സമയത്ത് സൈൻ ഉണ്ടെങ്കിൽ സൈൻ ശ്രദ്ധിക്കുക. പിന്നെ അഡീഷനും സബ്ട്രാക്ഷനൊക്കെ എപ്പോഴും അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാവും. ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ 6 / 2 1 + 2. അപ്പോൾ ആദ്യത്തെ ഓർഡർ അനുസരിച്ചാണെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതായത് ബ്രാക്കറ്റിനുള്ളിലേത് ആദ്യം ചെയ്യണം. അപ്പോൾ 2 2 + 1 3 ആദ്യം. അപ്പോൾ നമ്മൾ അത് ചെയ്തു. പിന്നെ 6 / 2 × 3 6 6 / 6 1. അപ്പം ഇത് നമ്മൾ ചെയ്തത് ശരിയാണോ? അല്ല. കാരണം നമ്മളിവിടെ ഓർഡർ തെറ്റിച്ചു. 6 / 2 × 3 വരുമ്പം ഓർഡർ അനുസരിച്ചായി നമ്മൾ ഡിവിഷനാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നമ്മളിത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ടെൻഡൻസി ഉണ്ടാകുന്നത് എന്താ, ആദ്യം 2 × 3. ഇപ്പോൾ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, മിക്കവാറുള്ള കുട്ടികളാണ് പറയുന്നത്. 3 × 2 6 ചെയ്യും. 6 / 6 1. ഇത് തെറ്റാണ്. ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 6 / 2 1 + 2 എന്ന് തരുമ്പം ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 2 + 1 3 വരും. പിന്നെ ഡിവിഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഉണ്ടെങ്കിൽ ആദ്യം ഡിവിഷനാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ 6 / 2 3 വരും. 3 × 3 = 9. ഇതാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി. ഇനിയിപ്പം എക്സ്പൊണൻറ്റ് വരുന്ന കേസാണെങ്കിൽ, അതായത് 3 × 4² × 5 ഇങ്ങനെയാണെങ്കിൽ ആദ്യം എക്സ്പൊണൻസിൻ്റെ ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ 4² എന്ന് വെച്ചാൽ 16. അപ്പോൾ 16 × 5. പിന്നെ ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഓർഡർ വേണമെങ്കിലും ചെയ്യാം. 3 × 5 ചെയ്തിട്ട് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 3 × 16 ചെയ്തിട്ട് 5 കൊണ്ട് ചെയ്യാം. അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും ചെയ്യാം. കാരണം എല്ലാം ഒരേ ഓപ്പറേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 240 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിലിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രം ആയതുകൊണ്ട് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഒന്നുമില്ല. 4² ചെയ്തിട്ട് അല്ലെങ്കിൽ 5 × 3 ചെയ്തിട്ട് പിന്നെ 4² ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിനൊന്നും പ്രശ്നമില്ല. ഈ പല ഓപ്പറേഷൻസ് ഒരുമിച്ച് വരുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, തെറ്റാതെ. ഇനിയിപ്പം റൂട്ട് വരുന്ന കേസിൽ ഇപ്പം √2 + √2 √2 + √2 എന്ന് വരുമ്പോൾ റൂട്ട് ഇട്ടിട്ട് 2 + 2 4. ഇനിയിപ്പോൾ √3 + √3 ആണെങ്കിൽ റൂട്ട് ഇട്ടിട്ട് 3 + 3 6. ഇങ്ങനെയല്ല, ഇത് തെറ്റാണ്. ഇപ്പോൾ നമ്മൾ √2 ആണെങ്കിലും √3 ആയാലും ഏത് റൂട്ടുള്ള കേസാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ വേരിയബിൾസിനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാവും. ഇപ്പോൾ √2 + √2 എന്ന് വെച്ചാൽ a + a എന്താ 2a ആണ്. അതുപോലെ a + a എന്താ 3a ആണ്. അതുപോലെ തന്നെ ഇതും കൺസിഡർ ചെയ്യുക. അതുപോലെ ഇത് ഒരുപോലെ ആണെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്. √2 + √2 എന്ന് പറയുമ്പോൾ 2√2 ആണ്. അതുപോലെ √3 + √3 എന്ന് പറയുന്നത് 2 കേസിലാണ്. ഇപ്പം നിങ്ങൾക്ക് ഫ്രാക്ഷൻ, ഇപ്പം ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ തരുകയാണ്, 2/3 / 4/7. ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ, ഇതിലിപ്പോൾ ഇത്ര മിസ്റ്റേക്ക് വരാൻ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പല രീതിയിലുള്ള കുട്ടികളുണ്ട്. ഇപ്പോൾ ചിലർക്ക് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണമെന്നില്ല. കാരണം അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാനിങ്ങനെ പറയുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ 2/3 / 4/7. അപ്പോൾ ഇങ്ങനെ ഒരു ഫോം തരുമ്പോൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും, ഇത് എങ്ങനെയാണ് മുമ്പോട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തരുമ്പോൾ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പം 3/4 ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? 3 / 4 അങ്ങനെയാണ് ചെയ്യുന്നത്. മുകളിലുള്ളത് / താഴെയുള്ളത്. അപ്പോൾ ഈ ഫ്രാക്ഷൻ്റെ കേസിലായാലും അത്രയും ചിന്തിച്ചാൽ മതി. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ 2/3 / 4/7 ആണ്. ഇത്രയും കിട്ടിയാൽ പിന്നെ ബാക്കി ചെയ്യാൻ നമുക്കറിയാമല്ലോ. അതായത് ഫ്രാക്ഷൻ്റെ ഡിവിഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഏത് ഫ്രാക്ഷൻ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ
ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? 7/6. ഇനിയിപ്പം 2/3 ഡിവൈഡഡ് ബൈ 4 ആണെന്ന് വെച്ചോളൂ. ഇതാണെങ്കിലും 2/3 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. അപ്പോൾ 4ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/6. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് 1/6. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ്റെ, ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഈ ഫോമിലാണ് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ വരുന്നതെങ്കിൽ മുകളിലുള്ള ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ 4 അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ മുമ്പോട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സ്പൊണൻസിൻ്റെ കാര്യമാണ്. അതായത് ഇപ്പോൾ x³ × x² ഇങ്ങനെ തരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ മുകളിലുള്ള പവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കരുത്. അതായത് x⁻³ × 2 6. ഇത് തെറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ്പൊണൻസിൻ്റെ റൂൾ എന്ന് പറയുന്നത് ബേസ് സെയിം ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ പവേഴ്സിനെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ x³ × x² എന്ന് തരുവാണെങ്കിൽ x⁻³ 3 + 2 5 എന്ന് എഴുതണം. അപ്പോൾ അതുപോലെ ഡിവൈഡ് ചെയ്യുന്ന കേസ് ഇപ്പോൾ x⁻⁴ × x⁻³ ആണെങ്കിലും x⁻⁴ + 3 7 എന്നാണ് എഴുതേണ്ടത്. ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. അതിപ്പോൾ x³ / x² ആണെങ്കിൽ x⁻³ - 2 അതായത് x. എനിക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് സബ്ട്രാക്ട് ചെയ്യാനും അറിയാമല്ലോ, അപ്പോൾ ഡിവൈഡ് ചെയ്യാനും അറിയാമല്ലോ x. ഇപ്പോൾ ഇത് x⁻⁴ / x³ ആണെങ്കിൽ ആക്ച്വലി നമ്മളിതിൻ്റെ പവേഴ്സിന് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 4 - 3 1. അപ്പോൾ x⁻1 അതായത് x ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പൊണൻസിൻ്റെ കേസിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ഡിവിഷൻ ആയാലും ചെയ്യേണ്ടത്. ആഡ് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ലൈക്ക് ടേംസ് നോക്കും. ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ എപ്പോഴും ലൈക്ക് ടേംസ് മാത്രമേ ആഡ് ചെയ്യാവൂ. സബ്ട്രാക്ഷൻ ആയാലും ലൈക്ക് ടേംസ് മാത്രമേ സബ്ട്രാക്ഷൻ അഡീഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇത്രയും തെറ്റുകളാണ് എനിക്ക് ഓർമ്മ വന്നത് അല്ലെങ്കിൽ മനസ്സിൽ വന്നത് ഈ മിസ്റ്റേക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതല്ലാതെ നിങ്ങളും എന്തെങ്കിലും തെറ്റുകൾ ചെയ്യാറുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടും. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഇനിയും എന്തെങ്കിലും പ്രോബ്ലംസ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒഴിവാക്കി കുറേ മാർക്ക് നഷ്ടമാവുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ. ഹാപ്പി ലേണിംഗ്.